ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പ്രസാദ്. വെൽക്കം ടു ഇംഗ്ലീഷ് അപ്പ്. ഇംഗ്ലീഷ് അപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ നോക്കിയോക്കെ അല്ലേ, അവന്റെ പക്കൽ കുറച്ച് ഓറഞ്ചുകൾ ഉണ്ട്, അവന്റെ പക്കൽ കുറച്ച് ആപ്പിൾ ഉണ്ട്, അവന്റെ കയ്യിൽ ആപ്പിൾ ഇല്ല, അവന്റെ പക്കൽ കുറച്ച് പണമുണ്ട്, അവന്റെ പക്കൽ ചോക്ലേറ്റ് ഇല്ല എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ അനവധി തവണ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇത് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളത് നമുക്ക് അറിയാറില്ല അല്ലേ. എന്നാൽ വളരെ സിമ്പിളായി നമുക്കിത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റിയാലോ? നോക്കിയോക്കെ അല്ലേ, അവന്റെ പക്കൽ കുറച്ച് ഓറഞ്ചുകൾ ഉണ്ട്. He has some oranges. എന്താണ്? He has some oranges. അടുത്ത് അവന്റെ പക്കൽ കുറച്ച് ആപ്പിൾ ഉണ്ട്. He has some apples. എന്താണ്? He has some apples. അവന്റെ കയ്യിൽ ആപ്പിൾ ഇല്ല. He doesn't have any apples. എന്താണ്? അവന്റെ കയ്യിൽ ആപ്പിൾ ഇല്ല. He doesn't have any apples. അവന്റെ പക്കൽ കുറച്ച് പണമുണ്ട്. He has some money. എന്താണ്? He has some money. അവന്റെ പക്കൽ ചോക്ലേറ്റ് ഇല്ല. He doesn't have any chocolates. എന്താണ്? അവന്റെ പക്കൽ ചോക്ലേറ്റ് ഇല്ല. എന്താണ്? He doesn't have any chocolates. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നുകൂടെ നോക്കിയോക്കെ അല്ലേ, അവന്റെ പക്കൽ കുറച്ച് ഓറഞ്ചുകൾ ഉണ്ട്. He has some oranges. എന്താണ്? He has some oranges. അവന്റെ പക്കൽ കുറച്ച് ആപ്പിൾ ഉണ്ട്. He has some apples. അവന്റെ കയ്യിൽ ആപ്പിൾ ഇല്ല. He doesn't have any apples. അവന്റെ പക്കൽ കുറച്ച് പണമുണ്ട്. He has some money. അവന്റെ പക്കൽ ചോക്ലേറ്റ് ഇല്ല. He doesn't have any chocolates. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ട് കഴിയില്ല, ഇനി ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക, ഇനി ആരോട് ചോദിച്ചാണ് ഞാൻ ഇംഗ്ലീഷ് കുറച്ചെങ്കിലും മനസ്സിലാക്കുക എന്നത് ഓർത്ത് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോസ് നിങ്ങൾ മുഴുവനായും കണ്ടു നോക്കൂ. നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാനും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുവാനും ഈ ഒരു വീഡിയോ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു 4-5 എക്സാംപിൾസ് നോക്കിയോക്കെ അല്ലേ. ഫ്രിഡ്ജിൽ കുറച്ച് അരിയുണ്ട്. അവന് വല്ല സഹോദരിയുണ്ടോ? എന്റെ കയ്യിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്. എനിക്ക് പാവാടയില്ല, പക്ഷേ എനിക്ക് ചില ഡ്രസ്സുകളുണ്ട് എന്നിങ്ങനെ നമ്മൾ ഒരു ദിവസം അനവധി തവണ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടെങ്കിലും ഇത് എങ്ങനെ വളരെ സിമ്പിളായി ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളത് നമുക്ക് അറിയാത്തതല്ലേ. എന്നാൽ നമുക്ക് നോക്കി നോക്കിയാലോ. ഫ്രിഡ്ജിൽ കുറച്ച് അരിയുണ്ട്. There is some rice. There is some rice in the fridge. എന്താണ്? ഫ്രിഡ്ജിൽ കുറച്ച് അരിയുണ്ട്. There is some rice in the fridge. അവന് വല്ല സഹോദരിയുണ്ടോ? Does he have any sisters? അവന് വല്ല സഹോദരിയുണ്ടോ? Does he have any sisters? എന്റെ കയ്യിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്. I have some videos. I have some videos. എനിക്ക് പാവാടയില്ല, പക്ഷേ എനിക്ക് ചില ഡ്രസ്സുകളുണ്ട്. I don't have any skirt. Skirt എന്ന് പറഞ്ഞാൽ എന്താണ്? പാവാട. But I have some dresses. പക്ഷേ എനിക്ക് ചില ഡ്രസ്സുകളുണ്ട്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നുകൂടെ നോക്കിയോക്കെ അല്ലേ. ഫ്രിഡ്ജിൽ കുറച്ച് അരിയുണ്ട്. There is some rice in the fridge. There is some rice in the fridge. അവന് വല്ല സഹോദരിയുണ്ടോ? Does he have any sisters? Does he have any sisters? എന്റെ കയ്യിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്. I have some videos. I have some videos. എനിക്ക് പാവാടയില്ല, പക്ഷേ എനിക്ക് ചില ഡ്രസ്സുകളുണ്ട്. I don't have any skirt, but I have some dresses. എനിക്ക് ചില ഡ്രസ്സുകളുണ്ട്. എന്താണ്? I don't have any skirt. എനിക്ക് പാവാടയില്ല. I don't have any skirt, but പക്ഷേ I have some dresses. എനിക്ക് കുറച്ച് ഡ്രസ്സുകളുണ്ട്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? സമ്മിന്റെ ഉപയോഗവും എനിയുടെ ഉപയോഗവും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.